ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു സെറ്റ് മാലയും പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ടൊരു കമ്മലും ആണിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ ചെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തിന്നായിട്ടുള്ള അത്യാവശ്യം തിന്നായിട്ടുള്ള ചെയിനാണ്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് പേൾസാണ്. അപ്പോൾ കുറച്ച് പേൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐ പിന്ന് വേണം, കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഐ പിന്ന് വേണം. പിന്നെ 2 ജെമ്പ് റിങ് വേണം. പിന്നെ ഒരു ഫിഷ് ഹുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കട്ടർ പ്ലെയർ. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഈ ചെയിൻ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത്ത് എന്തോരാണോ വേണ്ടത്, കുറേ പേൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത്ത് ഇട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കുറവ് പേൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്യാവശ്യം അതിൻ്റെ ലെങ്ത്ത് കൂട്ടിയൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 പീസാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു നീളത്തിൽ. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലൊരു കട്ട് ചെയ്തൊരു ചെയിൻ എടുക്കുക. ചെയിൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു ഐ പിന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ഹോളിലൂടെ നമുക്ക് ഐ പിന്ന് ഇട്ട് കൊടുക്കുക. ഐ പിന്നിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഹുക്ക് പോലത്തെ അത് നമുക്കൊന്ന് അകത്തിയെടുക്കണം. നമുക്ക് പ്ലെയർ വെച്ചിട്ട് അതൊന്ന് അകത്തിയെടുത്തിട്ട് ചെയിൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഹുക്കൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കണം. കാരണം ചെയിൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോയരുത്. ചെയിൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ലോക്കായിട്ടിരിക്കുമ്പോഴത്തിന് ആ ഐ പിന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഐ പിന്നിലൂടെ ഒരു വൈറ്റ് പേൾ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരെണ്ണം 2 ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പേൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഐ പിന്നിന് അത്യാവശ്യം നല്ല നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ആ പേളിന് ഒരു ഹുക്കിന് ആവശ്യമുള്ളത് മാത്രം നമുക്ക് മതി. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ഐ പിന്നിൻ്റെ അടുത്ത എൻഡിൽ നമുക്കിതുപോലെ ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുത്ത് അത് വളച്ച് നമുക്ക് ആ പേളിൻ്റെ ഉള്ളിലേക്ക് അതൊന്ന് വളച്ച് ടൈറ്റാക്കി വയ്ക്കാം. ഒരു നമുക്ക് നല്ലപോലെ കമ്പി അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കണം. ഇതുപോലെ നമുക്ക് ചെയിൻ ഇതുപോലെ ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ ആ കോർത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ഒരു ഐ പിന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഹുക്ക് അകത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെയിൻ കടത്തി അതും ആദ്യത്തെ പോലെ തന്നെ പ്രസ് ചെയ്ത് വയ്ക്കുക. വീണ്ടും അതിലേക്കൊരു പേൾ ഇട്ട് കൊടുക്കുക. പേൾ ഇട്ട് കൊടുത്തിട്ട് ആ എക്സ്ട്രാ ഉള്ള ഐ പിന്നിൻ്റെ ലെങ്ത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഹുക്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വീണ്ടും ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. നമുക്കിത് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അധികം പാടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം എളുപ്പമാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും അതിലേക്ക് ഞാൻ ഒരു പേളിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഡബിൾ ലെയറൊക്കെ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡബിൾ ലെയറായിട്ട് അത്രയും ലെങ്ത്തിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് പേൾസ് കോർത്ത് ചെയ്ത് അത് ഡബിൾ ലെയറായിട്ട് നമുക്ക് അങ്ങനെയും ഇടാം. പിന്നെ 1 ലെയറൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്കധികം നീളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നീളമൊക്കെ കുറച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദാ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു മാലയാണിത്. ഉണ്ടാക്കാനും നമുക്ക് സിമ്പിളാണ് കേട്ടോ ഇത്. അത്യാവശ്യം നമുക്ക് കുറച്ച് പേൾസ് അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് പേൾസിനായിരുന്നു ഇപ്പോൾ കരിമണിയൊക്കെ വെച്ചിട്ട് കരിമണി ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് കരിമണി വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. റേറ്റ് കുറവാണ് കേട്ടോ ഈ ചെയിനൊക്കെ ആണെങ്കിൽ തന്നെ. അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് പേൾസ്, പിന്നെ നമുക്ക് ജമ്പ് റിങ്, ഐ-പിൻ ഇത്ര ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളതിൻ്റെ അറ്റത്ത് നമുക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു അറ്റത്ത് നമുക്ക് ജമ്പ് റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ അറ്റത്ത് നമുക്കൊരു ജമ്പ് റിങ്ങും പിന്നെ നമുക്ക് ഫിഷ് ഹുക്കും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാല ഇവിടെ. ഇപ്പം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാല. ഇനി നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ടൊരു കമ്മലും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കമ്മലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. നമുക്ക് ചെയിൻ വേണം, അതുപോലെ തന്നെ വൈറ്റ് പേൾസ് വേണം, പിന്നെ ഹാഫ് ബീഡ്സ് വേണം. വൈറ്റ് പേളിൻ്റെ ഹാഫായിട്ടുള്ള ബീഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഹെഡ് പിന്നാണ്. ഹെഡ് പിന്ന് വേണം. പിന്നെ നമുക്ക് സ്റ്റഡ് ബേസ് വേണം. 2 സ്റ്റഡ് ബേസ് എടുത്തിട്ടുണ്ട്. സ്റ്റഡ് ബേസിൻ്റെ ബാക്കിലത്തെ ബട്ടണും കൂടെ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗമ്മാണ്. ഗമ്മ് ഞാൻ B7000ൻ്റെ ഗമ്മാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം നല്ല ഗമ്മാണിത്, B7000ൻ്റെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു OHB ഷീറ്റും കൂടെ വേണം. ഇതുപോലത്തെ ചെറിയൊരു പീസ് OHB ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനും വേണം ഒരു ഐ-പിൻ. നമ്മൾ ആദ്യം മാലയ്ക്ക് യൂസ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ യൂസ് ചെയ്ത അത്രയും മെറ്റീരിയൽസ് തന്നെ നമുക്ക് ഇതിനും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയിൻ എടുക്കുക. ആദ്യം മാലയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഐ-പിൻ എടുത്തിട്ട് അതിൻ്റെ ഹുക്കൊന്ന് അകത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു പേൾ ഇട്ട് കൊടുക്കണം. നമ്മൾ മാലയിൽ എങ്ങനെയാണ് ചെയ്തത് സെയിം പ്രൊസീജിയർ തന്നെയാണ് കമ്മലിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇപ്പം നമ്മൾ ആ പേള് കോർത്തിട്ടൊരു ഹുക്ക് ഉണ്ടാക്കി. അപ്പം നമ്മൾ ആദ്യം ഇട്ട ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ മറ്റേ എൻഡ് നമ്മൾ ഇനി ആ ഹുക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് അടുത്ത ചെയിനല്ല ഇട്ടാൽ മറ്റേ എൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഹുക്കൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഈ ഒരു മോഡലിൽ നമുക്കതിനകത്ത് സ്റ്റഡിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് OHB ഷീറ്റിൽ കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഈ ഹാഫ് ബീഡ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം.
ഇനി നമുക്ക് ഈ ഹാഫ് ബീഡിൻ്റെ ചുറ്റിനും നമുക്ക് ഈ ചെയിൻ വെച്ചിട്ട് ചെയിനും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ചെയിൻ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വിടുക. ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റഡ് ബേസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമുക്ക് അതിന് ബാക്കി കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ചെയിൻ്റെ അറ്റത്തിന് നമുക്കൊരു പേളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹെഡ് പിൻ എടുക്കാം. ഹെഡ് പിൻ എടുത്തിട്ട് അതിലേക്കൊരു പേളിട്ട് കൊടുക്കണം. ഹെഡ് പിന്നിൽ നമ്മളൊരു പേളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മളൊരു ഹുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഹുക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചെയിനിൻ്റെ ഒരു ഹോളിൽ, അതായത് എൻഡിലുള്ള ഹോളിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഹാങ് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ് കമ്മലും ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കമ്മലും മാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.